ഹായ് ഓൾ, ഞാൻ അൻഷിത. ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. തേനി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നീറ്റ് എഴുതിയിട്ട് 626 മാർക്ക് കിട്ടി. ഞാൻ ഇവിടെ യൂണിവേഴ്സലിൽ റിപ്പീറ്റ് ചെയ്ത് ട്യൂഷൻ പഠിച്ചിരുന്നു +1 +2. യൂണിവേഴ്സലിൽ സൂപ്പറാണ് സാർമാരൊക്കെ ക്ലാസ്. ഹോസ്റ്റൽ ശരിക്കും സൂപ്പറാണ്. നമ്മൾ പഠിക്കാൻ എങ്ങനെ പഠിക്കുക എന്നുള്ളത് പഠിച്ചത് ഹോസ്റ്റലിൽ നിന്നാണ്. നേരം വെളുത്ത് രാത്രിയാവോളം ഫോണൊന്നും യൂസ് ചെയ്യാതെ എങ്ങനെ പഠിക്കുക എന്നൊക്കെ ആദ്യം ആലോചിച്ചിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഒക്കെ സിമ്പിളായി. പിന്നെ ഗ്രൂപ്പ് സ്റ്റഡി ഉണ്ടാവും എല്ലാവരും. പിന്നെ FSR ഇടയ്ക്കിടയ്ക്ക് വരും പ്രശ്നമുണ്ടോ ചോദിച്ചിട്ട്. പിന്നെ FSR എക്സാമിന് മതി നീറ്റ് എഴുതാൻ. നമുക്ക് നീറ്റ് ഫസ്റ്റ് എഴുതുമ്പോൾ പേടിയുണ്ടായിരുന്നു റിപ്പീറ്റ് ചെയ്ത് എഴുതുമ്പോൾ. അതുകൊണ്ട് 464 ഉള്ള മാർക്ക് ആദ്യം. സെക്കൻഡിൽ ശരിക്കും യൂണിവേഴ്സലിൽ നിന്ന് എഴുതണം മാതിരിക്ക് തന്നെ എഴുതിയിരുന്നത്. ഞാൻ എക്സാം എഴുതി ഇറങ്ങിയപ്പോൾ ഞാൻ ഉപ്പാണ്ട് പറഞ്ഞിരുന്നു എനിക്ക് പേടിയൊന്നും ഇല്ലേന്ന്, ശരിക്കും യൂണിവേഴ്സലിന് എഴുതണമായിരിക്കും. അത്രക്ക് പേടിയില്ലാതെ എന്തോ ഒരു ഇത് മനസ്സിക്ക് വന്നിരുന്നു. പക്ഷെ മാഷാഅല്ലാഹ് കിട്ടി. ഭയങ്കര സന്തോഷം. ഇപ്പം ഞാൻ അവിടെ പൊങ്കൽ ലീവ് ആയതുകൊണ്ട് FSR കാണാൻ വന്നിരുന്നു. ക്രിസ്മസിനൊന്നും വരാൻ പറ്റിയില്ല. ഞങ്ങളുള്ളതിനേക്കാളും മെച്ചപ്പെട്ടിരിക്കുന്നു യൂണിവേഴ്സൽ ഇപ്പോൾ. ഓരോ ഫാക്കൽറ്റീസും സ്ട്രക്ചേഴ്സും എല്ലാതും. ഇപ്പം സന്തോഷം തോന്നുന്നുണ്ട് എല്ലാവരെയും കാണുമ്പോൾ. FSRന് സന്തോഷം ഞങ്ങളെ കാണുമ്പോൾ. ഇവിടെ ഇപ്പോൾ യൂണിഫെസ്റ്റ് ഉണ്ടായിരുന്നു ക്രിസ്മസിന്. വരാൻ പറ്റിയില്ല തേനിയിലായതുകൊണ്ട്. അന്ന് എല്ലാവരെയും ആദരിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സാർ എന്നെ ആദരിച്ച് ട്രോഫിയൊക്കെ തന്ന്. പിന്നെ യൂണിഫെസ്റ്റ് പറഞ്ഞാൽ ആ ഒരു കൊല്ലത്ത് കിട്ടുന്ന ഒരു ഫ്രീ ഡേ ആണെന്ന് ഇവിടെ. എല്ലാവരും ഭയങ്കര ഫ്രീ ആയി ഡാൻസ്, പാട്ട്, സംഭവങ്ങൾ, പിന്നെ മോട്ടിവേഷൻസ് ഇവിടെ കിട്ടിയവരെ ഞാൻ +1 കണ്ടിരുന്നു ഇവിടുത്തത്. അന്ന് അങ്ങനെ പഠിച്ചു പോയവർ ഫസ്റ്റ് ഇയർ കിട്ടിയവർ വന്ന് ഇങ്ങനെ പ്രസംഗിക്കും, എല്ലാവർക്കും കിട്ടും, എല്ലാവരും പഠിക്കണം. പക്ഷെ അന്നൊന്നും ഞങ്ങൾക്ക് കിട്ടുമോ എന്നുള്ള പേടിയൊന്നും. എല്ലാവരും പഠിക്കണവരാവും, അതുകൊണ്ടാവും കിട്ടിയത് അവർക്ക്, അങ്ങനെയൊക്കെ തോന്നിയിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാവർക്കും കിട്ടും. ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു, സാധാ പഠിക്കണ ഇങ്ങനെ നിൽക്കുന്ന കുട്ടി തന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ കിട്ടി. നല്ലപോലെ പഠിക്കുക, സാർമാരുണ്ട്, നമുക്ക് മെൻറ്റേഴ്സ് ഉണ്ട് എല്ലാത്തിനും. എല്ലാവരും ഗവൺമെൻറ് തന്നെ ചേരാൻ നോക്കുക. ഞാൻ ഇപ്പോൾ തേനിയിലായതുകൊണ്ട് തമിഴ്നാട് ഫുഡാണ് ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ. അന്ന് FSR പറയും നിങ്ങൾക്ക് ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്നത് യൂണിവേഴ്സലിലാവുന്നു. അന്നൊന്നും വിശ്വസിച്ചില്ല. നല്ല ഫുഡ് കിട്ടുന്നത് ഇവിടെ തന്നെയാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന ഫുഡൊന്നും കിട്ടൂല. ഇവിടുത്തെ ആ ചൊവ്വാഴ്ചക്കത്തെ ബിരിയാണിയും അത് നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും പഠിക്കുക, എല്ലാവർക്കും കിട്ടട്ടെ ഗവൺമെൻറ് കോളേജിൽ. ഹായ്, ഞാൻ അൻഷിതാൻ്റെ താത്തയാണ്. ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. ആദ്യം ഇവൾക്ക് കിട്ടുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവളെ ചെറുപ്പം മുതലേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ MBBSന് പോകണം, ഒരു ഡോക്ടർ ആവണമെന്ന് എപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു. ഞങ്ങൾ ഫാമിലിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ MBBS ഒക്കെ എടുത്ത്. അപ്പോൾ അതിൻ്റേതായൊരു സന്തോഷം ഒക്കെ ഉണ്ട്. ഇപ്പോൾ 2 കൊല്ലമായിട്ട് ഇവിടെ യൂണിവേഴ്സലിൽ പഠിച്ച് എപ്പോഴും യൂണിവേഴ്സലിനെ കുറിച്ച് പറയുമായിരുന്നു. ഇപ്പോൾ പോയാലും അവിടുത്തേനെക്കാട്ടി യൂണിവേഴ്സൽ മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയും. ഇവിടെ സാറുമാരാണെങ്കിലൊക്കെ ഇവളെ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇങ്ങനെ ആവാൻ പറ്റി.